ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി സ്വലാത്താ ഇല്ലാ വയതവദു അനിൽ ഖബരി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നീട് ഞാൻ എൻ്റെ ജീവിതം മുഴുവനും കാണുന്നത് ഹബീബായ നബി തങ്ങൾ എത്ര നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ, ഏതൊക്കെ നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ, ആ നമസ്കാരങ്ങളിൽ മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ ഖബറിനെ കുറിച്ച് കാവൽ തേടുമായിരുന്നു അത്രേ. ഖബറിനെ കുറിച്ച് പേടിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പിന്നീടുള്ള നമസ്കാരങ്ങൾ മുഴുവനും ഖബറിനെ കുറിച്ച് കാവൽ തേടുകയാണ്. മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ഹാദിഹിൽ ലൈല, ഈ രാത്രിക്ക് ശേഷം പിന്നീട് നബി തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. യുസല്ലി സ്വലാത്താ, ഹബീബായ നബി തങ്ങൾ ഓരോ നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോഴും ഹബീബായ നബി തങ്ങളെ ഞാൻ വീക്ഷിക്കാറുണ്ടായിരുന്നു, ഹബീബായ നബി തങ്ങളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആ പ്രവാചകർ ഇല്ലാ വയതവദു അനിൽ ഖബരി, ഖബറിന്റെ ഇടത്തെ തൊട്ടതിന്റെ നിരക്കത്തെ തൊട്ടതിന്റെ പ്രയാസത്തെ തൊട്ട് കാവൽ ചോദിക്കാതെ ഹബീബായ നബി തങ്ങൾ നമസ്കരിച്ചിട്ടില്ല. പിന്നീടുള്ള നമസ്കാരം മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനെ കുറിച്ച് എപ്പോഴും കാവൽ തേടും. ഈ ലൈറ്റ് സ്വൽപ്പിച്ച് ഫ്രണ്ടിക്ക് വെച്ച് ആളുകളെ കാണാൻ പറ്റില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ റഅയ്തു മല്ലറൻ ഖത്തു ഇല്ലാ വൽ ഖബറു ഫലാ മിൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബത്തെ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണ് പറയുന്നത് സഹോദരങ്ങളെ? പരിശുദ്ധമായ സ്വർഗ്ഗം കണ്ട പ്രവാചകരാണ്. ഇസ്രാ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വരുമ്പോ കത്തിച്ചൊലിക്കുന്ന നരകത്തെ കണ്ണിൽ മുന്നിൽ കാണിച്ച പ്രവാചകരാണ്. പ്രവാചകർ കണ്ടിട്ടുള്ളതാണ് നരകം. ആ നരകത്തിലെ യാതനകൾ കണ്ടതാണ്, ആ നരകത്തിലെ വിഷമങ്ങൾ കണ്ടതാണ്, ആ നരകത്തിലെ ബുദ്ധിമുട്ടുകൾ കണ്ടതാണ്, ആ നരകത്തിലെ ശിക്ഷകൾ കണ്ടതാണ്. എന്നിട്ട് പ്രവാചകർ പറയുകയാണ്, മാ റഅയ്തു മല്ലറൻ ഖത്തു ഇല്ലാ വൽ ഖബറു ഫലാ മിൻഹു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഖബറാണ്. ഖബർ പോലെ ഞാൻ കണ്ടിട്ടുള്ളതാകുന്ന ഒരു സ്ഥലവുമില്ല സാധായെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ പേടിക്കേണ്ട സ്ഥലം ഏതാണ്? ഖബർ. സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. ഓരോ ആയത്തു ഹദീസിന് ഓതി പറയാ, സമയമില്ല. 10:30 ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ വരും. നമുക്ക് കളിതമാശ പറഞ്ഞിരിക്കാനുള്ള സമയമല്ല, സന്ദർഭമല്ല. ആയത്തു ഹദീസ് ഓതി ഇങ്ങനെ പോവാൻ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഫറഗതു മിനത് തശഹുദി, സഹാബാ നിങ്ങൾ തഹിയ്യാത്തിൽ നിന്ന് വിരമിച്ചാൽ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തരണേ എന്ന് ശഫീആയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ കാവൽ തേടണേ ഹബീബ് റസൂലുള്ളാഹി. എപ്പോ? അത്തഹിയ്യാത്തിന് ശേഷം. നമ്മൾ ചെയ്യാറുണ്ട് ശാഫി മദ്ഹബ് പ്രകാരം ശക്തിമത്തായ സുന്നത്താണ് ദുആ. ഏതാണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നതിൽ മഹ്യാ വൽ
المسيح الدجال. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്. സഹാബ നിങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിന്റെ അത്തഹിയ്യാത്ത് ഓതിക്കഴിഞ്ഞാൽ, ഇദാ ഫറഗതും മിന തശഹുദിൽ അഖീർ, അവസാനത്തെ അത്തഹിയ്യാത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ, നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ. നാല് കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ കാവൽ തേടണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാവൽ തേടുന്ന രൂപം പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. ഇന്നും ശാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ പേരും സുന്നത്തായ ദുആണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബ്രി. അല്ലാഹുവേ പടച്ചറബേ, ഞാനിതാ ഖബറിന്റെ ശിക്ഷയെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്, നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. തീർന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ നമസ്കാരത്തിന്റെ അവസാന സമയത്ത് പോലും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഖബറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. വമിൻ അദാബിന്നാർ, കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. തീർന്നില്ല. വീണ്ടും അവൻ ദുആ ചെയ്യുകയാണ്. വമിൻ ഫിത്നതിൽ മഹ്യാ വൽ മമാത്. അല്ലാഹുവേ പടച്ചറബേ, ഈ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുമ്പോഴുള്ള ഫിത്നകളെ തൊട്ടും, ഞാൻ മരിക്കുന്ന സന്ദർഭത്തിലുള്ള ഫിത്നകളെ തൊട്ടും നീ എന്നെ കാക്കണേ അല്ലാഹ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അപവാദങ്ങൾ എന്നെ കുറിച്ചുണ്ടാകാം, ഒരുപാട് പ്രയാസങ്ങൾ ഫിത്നകൾ എന്നെ കുറിച്ചുണ്ടാകാം. ഫനായും ഫിസ്നയും പറയുന്ന കാലഘട്ടമാണ്. അല്ലാഹുവേ പടച്ചറബേ, ആ ഫിത്നകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മരിക്കുന്ന സന്ദർഭത്തിലുള്ള ഫിത്നകളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. തീർന്നില്ല. നാലാമതായി വീണ്ടും കാവൽ തേടുകയാണ്. വമിൻ ഫിത്നതിൽ മസീഹിദ് ദജ്ജാൽ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകൊണ്ട് ബാബുലുത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് വെട്ടേറ്റുകൊണ്ട് മരിക്കേണ്ടതായ ദജ്ജാലിന്റെ ഫിത്നയില്ലയോ, ആ ഫിത്നയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, ആ ഫിത്നയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. 5 നേരം നമസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സ് നമ്മൾ തുടങ്ങിയപ്പോ ആദ്യം തന്നെ 4 കാര്യങ്ങൾ കാവൽ തേടാൻ പഠിച്ചു നമ്മുടെ നമസ്കാരത്തിൽ, അല്ലേ? അത്തഹിയ്യാത്തിന് ശേഷം സലാത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ ദുആ ഇരക്കില്ലേ? ആ ദുആയിലുണ്ട് അല്ലാഹുമ്മ ഗഫിർ ലീ മാ ഖദ്ദംതു വമാ അസ്റഫ്തു വമാ അലംതു വമാ അസ്റഫ്തു വമാ അൻത അലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി أعوذ بك من عذاب القبر ومن فتنة النار ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. നമ്മൾ ദുആ ചെയ്യുന്നതാണ്. ആ ദുആ ആര് പഠിപ്പിച്ചതാണ്? സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. എവിടെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? നിസ്കാരത്തിൽ ആര് ശ്രദ്ധിക്കുന്നതൊക്കെ? അങ്ങോട്ട് ഇരിക്കാത്ത അദ്ദേഹത്തിനും പാരൊക്കെ ഇമാം ഓതിയെങ്കിൽ ഓതി, ഇമാമിന്റെ കൂട്ടത്തിൽ ഒരു ഓതലും അവിടെ വേറെ ആരും ഇല്ല. സാധുമാർ ഓതുന്നു, ബാക്കിയുള്ളവരൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. തയ്യാത്തിരിക്കുന്ന അടുത്തിരിക്കുന്നവന്റെ പോക്കറ്റിൽ താഴെ വീണ പൈസ നോക്കാം. അല്ലാ, ഇവന്റെ 2000-ന്റെ ഇഷ്ടംപോലെ നോട്ടുണ്ടല്ലോ, ഇതാ നോക്കാൻ. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ദുആ ഇതുവരെ ശ്രദ്ധിച്ചോ? ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കരിച്ചിട്ടുണ്ട്. കുറെ നിസ്കാരം കഴിഞ്ഞു, പക്ഷേ ആ നിസ്കാരത്തിൽ ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇശാ നമസ്കരിച്ചവർ വരെ ഉണ്ട് എന്റെ മുന്നിലുണ്ട്. സഹോദര സഹോദരിമാരെ, ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ഷാഫി മദ്ഹബിലെ ശക്തിമത്തായ സുന്നത്താണ് ഈ ദുആ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹനഫികളിലും ഉണ്ട് ഈ ദുആ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്താ ഇത്? നരകത്തെ തൊട്ട് കാവൽ ചോദിക്കാൻ, അതോടൊപ്പം തന്നെ ഖബറിനെ തൊട്ട് കാവൽ ചോദിക്കുക, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടുക. അതാണ് ആദ്യം തേടുന്നത്. കാരണം ഖബർ മുതൽക്കാണ് പിന്നെ പോകുന്നത്. ഔദു ബിക മിനൽ അദാബിൽ ഖബർ.
ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഇതിങ്ങനെ 5 നേരം നിസ്കാരത്തിൽ ദുആ ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നിസാരമല്ല ഖബർ, നിസാരമല്ല. 5 വഖത്തിൽ നമ്മൾ ദുആ ചെയ്യണം. അവസാനത്തിൽ തഹിയ്യാത്ത് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഇത് ദുആ ചെയ്തിട്ട് നമ്മൾ സലാം വിട്ടു. അപ്പൊ മനസ്സിലാക്കാൻ നിസാരമല്ല ഖബർ എന്ന് പറയുന്നത്, നിസാരമല്ല. അല്ലാഹു നമുക്ക് ആ ഖബർ സന്തോഷമാക്കുമാറാവട്ടെ. സന്തോഷത്തിലേക്ക് ഖബറിലേക്ക് എത്തി വളരെ സന്തോഷത്തോടുകൂടി ഖബർ ജീവിതം അല്ലാഹു നയിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഖബറിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ട ചില അത്ഭുതങ്ങൾ? ആ അത്ഭുതങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കിടക്കുന്ന ചിലരുടെ ജീവിതം നബിതങ്ങൾ കണ്ടു. ചില അത്ഭുതമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുക. അത് മാത്രം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു. 2-3 അനുഭവങ്ങൾ, നബിതങ്ങളുടെ അനുഭവം, അത് മാത്രം. അല്ലാഹു നമുക്ക് കേൾക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളുടെ ജീവിതം അല്ലാഹു ഇത് കേൾക്കുന്നതിലൂടെ നന്നാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ആരോ അവിടെ വെളിയിൽ നിൽക്കുന്ന വളണ്ടിയേഴ്സ് ഒക്കെ കയറിയിരിക്കുക. എല്ലാവരും ഇങ്ങ് പോരണം, ഒരാളോടെ നിൽക്കരുത്. എല്ലാവരും വളണ്ടിയേഴ്സ് ഒക്കെ ഇങ്ങ് വാങ്ങിച്ചാൽ കുറച്ച് ഇൽമു കേൾക്ക്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ. വാത് നമ്മൾ സംഘടിപ്പിച്ചവരുടെ വാത് നമ്മൾ കേൾക്കാനും കൂടി തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളൊക്കെ ഇങ്ങ് കയറിയിരിക്കും. എല്ലാവരും ബിസ്മില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അനുസരണയുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വിശ്വാസികൾ ഒരാളോടെ നിൽക്കേണ്ട. എല്ലാവരും ലാസ്റ്റ് ദിവസമാണ്. ഇന്നത്തെ ദിവസത്തോടുകൂടി നമുക്കൊരു മാറ്റം ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കാമീൻ പറയും മുഅ്മിനീങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ ഒരു കൂട്ടം ആളുകളെ ഞാൻ എന്റെ കണ്ണിൽ കണ്ടു. എന്താണ് അവർ ചെയ്യുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലൈലത്തുൽ നസ്രിയ ബിൽ സമാ, ആകാശരോഹണം നടത്തിയ രാവിൽ റഅയ്തു ഖൗമാ, ഒരു സമൂഹത്തെ ഞാൻ കാണുകയാണ്. റഅയ്തു ഖൗമാ, ഒരു സമൂഹത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. യസ്റഊന ഫീ ويحسدون في ذلك ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അവർ ഖബറിൽ വിത്തിറക്കുകയാണ്, ഖബറിൽ കൃഷി ചെയ്യുകയാണ്. ഇസ്റാ മിഅ്റാജിന്റെ രാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണിച്ചു തന്നു ഒരു കൂട്ടം ആളുകൾ. അവരുടെ പണി എന്താ? ഖബറിനുള്ളിൽ അവർ കൃഷി ഇറക്കുക. ഖബറിനുള്ളിൽ അവരുടെ പരിപാടി അതാണ്, കൃഷി ചെയ്യാൻ. അതൊക്കെ വെറുതെയാണ്. ആര് പഠിപ്പിച്ചു? സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണാം, നിഷേധിക്കാൻ പറ്റൂല. നമ്മൾ ദുആരക്കില്ലേ, അല്ലാഹുമ്മ ഫ്സഹ് ലഹു ഖബറ, അല്ലാഹുവേ ഖബർ നീ അദ്ദേഹത്തിന് വിശാലമാക്കണേ അല്ലാഹ്. നമ്മൾ ദുആ ചെയ്യും, ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ ദുആ ചെയ്യൂലേ? അറബിയിലും മലയാളത്തിലൊക്കെ നമ്മൾ ദുആ ഇറക്കും. എന്താ അതിന്റെ അർത്ഥം? എന്തിനാ അത്? മൂപ്പർക്കവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം. കാരണം ദുനിയാബി നല്ല പന്ത് കളിക്കാരനായിരുന്നു. അപ്പൊ അവന് ഖബറിൽ ചെന്നാലും പന്ത് കളിക്കണം. അപ്പൊ എന്നാ പിന്നെ അതിനുള്ള സൗകര്യം. പന്തൊക്കെ കളിച്ചോട്ടെ, അതിനൊന്നും വിഷയമൊന്നുമില്ല. ശറഅയുടെ പന്ത് കളിക്കാരൊന്നും വിരോധിക്കുന്നൊന്നുമില്ല. അതൊക്കെ കളിച്ചോട്ടെ. പക്ഷെ ഇബാദത്ത് എടുക്കേണ്ട സമയത്ത് എന്ത് വേണം? പള്ളിയിൽ കയറണം, കറക്റ്റ് നിസ്കാരം വേണം. അല്ലാതെ ആ സമയത്തും പന്ത് കളിച്ചുകൊണ്ടെന്ന് പോയി ഫായിദ പോയി. ഏതുപോലെ നബിദിനാഘോഷം ഇസ്ലാമിൽ പെട്ടത്. പക്ഷെ ബാങ്ക് വിളിക്കുമ്പോൾ നമസ്കരിക്കാതെ വെളിയിൽ DJ സിനിമാ പാട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ജിമിക്കി കമ്മലും ഒക്കെ ഇട്ടുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ പേര് തുള്ളിക്കൊണ്ട് പോയ ഒരു ഹയവാന് ശരിയാവൂ എന്ന് പറയോ? പറ്റൂലല്ലോ. അത് ഇസ്ലാമിൽ പെട്ടതല്ല, ശറയിൽ പെട്ടതല്ല എന്നതുപോലെ. മറ്റത് കായിക അഭ്യാസം, അതൊക്കെ വേണ്ടതാണ്. അവന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മനുഷ്യന് ആസ്വദിക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ് ഈ ദുനിയാവ്. പക്ഷേ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൈലത്തുൻ നസ്രിയ ബി ഇല സമാ റഅയ്തു ഖൗമാ യസ്റഊന ഫീ വയഹ്സദൂന ഫീ ദാലിക അൽ-യൗം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ ഒരു കൂട്ടം ആളുകളെ ഞാനിതാ ഖബറിൽ കാണുകയാണ്. ആറടി മണ്ണിന്റെ ഇരുട്ടറയിൽ അവർ വിത്തിറക്കുകയാണ്, ആ വിത്ത് മുളപ്പിക്കുകയാണ്. അതേ രാത്രിയിൽ തന്നെ യസ്റഊന ഫീ യൗം
വയഹ്സുദൂന ഫീ ദാലികല്ലോ. ഏത് പ്രഭാതത്തിലാണ് അവർ വിത്തിറക്കിയത്, അതേ പ്രഭാതത്തിന്റെ പ്രദോഷം കടന്നു വരുമ്പോ അവരാ വിത്ത് കൊയ്തെടുക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിത്തിറക്കി കൊയ്തെടുക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സാബാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഖുൽതു ലിജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹൗലാ യാ ജിബ്രീൽ, ആരാണ് ഈ കൂട്ടർ ജിബ്രീലെ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു പോയി, ഹുമുൽ മുഹാജിറൂന വൽ അൻസാർ. അല്ലാഹുവിന്റെ റസൂലേ, അവരാണ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് വന്ന മുഹാജിറുകൾ. അവരാണ് മദീന നിവാസികളാകുന്ന സഹാബത്ത്. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുണ്യമായ മദീനയിലേക്ക് വന്നപ്പോ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദാ എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് പ്രവാചക പൊങ്കവരെ വരവേറ്റനാകുന്ന മക്കാനിവാസികളും മദീന നിവാസികളുമില്ലയോ? മക്കാനിവാസികളെ വരവേറ്റ മദീനക്കാരാകുന്ന അൻസാരികളുമില്ലയോ? ആ മക്കക്കാരും മദീനക്കാരുമാണവർ. അവർ ഖബറിൽ കൃഷി ചെയ്യുന്നവരാണ്. ഹുമുൽ മുഹാജിറൂന വൽ അൻസാർ. അവരാണ് മുഹാജിറുകൾ, അവരാണ് അൻസാരികൾ. ആ സ്വഹാബത്തിന് കിട്ടിയ പദവിയാണെന്ത്? അവരാണ് എന്ത് ചെയ്യുന്നത്? ഖബറിൽ എന്ത് ചെയ്യവര്? ഖബറിൽ പോയി വെറുതെ കിടക്കുകയല്ല. നമ്മൾ ചിന്തിക്കും ഇപ്പൊ അൻസാരികളാകുന്ന സ്വഹാബത്തും അതുപോലെ മുഹാജിറുകളാകുന്ന സ്വഹാബത്തും ഖബറിൽ പോയി അങ്ങനെ കിടക്കുക. നമ്മൾ വരണം, ഖബറിലേക്ക് എത്തണം. അതുവരെ അവരെങ്ങനെ വെറുതെ ഇരിക്കുന്നത്? അവർ വെറുതെ ഇരിക്കല്ല, അവരവിടെ പണിയെടുക്കുക. എന്താ പരിപാടി? കൃഷി ചെയ്യാൻ. സയ്യിദുനാ റസൂലുള്ളാഹി ഖബറിനുള്ളിൽ പണിയെടുക്കാൻ. നമ്മളിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, സലഫു സാലിഹീങ്ങളൊക്കെ തന്നെ ഇങ്ങനെയാണ്. നല്ലവരാണോ? ഖബറിനുള്ളിൽ അവർ വെറുതെ ഇരിക്കൂല. അവർ ഖബറിനുള്ളിൽ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും. ഇവിടെ സ്വഹാബത്താകുന്ന മുഹാജിറുകളും അൻസാരികളും ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا حزب الله على إن حزب الله هم المفلحون. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് പടച്ചറബിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് തൗഹീദിന്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പുണ്യമാക്കപ്പെട്ട മക്ക നഗരം ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജറ പോയതാകുന്ന മുഹാജിറുകളാകുന്ന സ്വഹാബത്തില്ലയോ? ആ സ്വഹാബത്തിനെ വരവേറ്റതാകുന്ന അൻസാരികളില്ലയോ? വല്ലദീന തബഊഹും ബിഹസാൻ. അവരുടെ പ്രവർത്തനങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവർ, അവരെ ചെയ്തതുപോലെ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവർ, അവർ കൊണ്ടുവന്ന തിരുസുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ താല്പര്യം വെക്കുന്നവർ, അല്ലാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു അത്രേ. അവരും അല്ലാഹുവിനെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്ന പട്ടികയിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അവരുടെ നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവന്നവർ. എന്താണ് അവരുടെ നന്മ? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ. മുഹാജിറുകളാരാണ്? അൻസാരികളാരാണ്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഹിജ്റ പോയ വ്യക്തിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ്. ഉറക്കെ പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാരക്കാരനല്ല, വലിയ വ്യക്തിയാണ്, വലിയ വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ. നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം 3 വസ്തുക്കളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ആരൊക്കെയാ ശ്രദ്ധിക്കുന്നവരെന്ന് കൈയുയർത്തിക്ക് നോക്കട്ടെ. ബിസ്മില്ലാ. ശ്രദ്ധിക്കുന്നവരെന്ന് കൈയുയർത്തിക്ക്. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് എന്താ? ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്ന ഒരു കൂട്ടരെ ആര് കണ്ടു? അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. അവരാരാണ്? മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സഹാബത്താണ്. ആ മുഹാജിറുകളുടെ ക്യാപ്റ്റനായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. ആ ക്യാപ്റ്റനോടൊപ്പം പോയ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താ? ആ പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ. നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് 3 കാര്യം വലിയ പ്രിയമുള്ളതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. നബിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളും ഇഷ്ടപ്പെടണം. അതാണ് റബീഉൽ അവ്വൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബീഉൽ അവ്വലിലൂടെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട, അവിടുത്തെ സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മളും ഇഷ്ടപ്പെടുക. നിബിധങ്ങൾ എന്തൊക്കെയാണ് 3 കാര്യം ഇഷ്ടപ്പെട്ടത്? പഠിച്ചു വെക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സുഗന്ധമാണ്, സുഗന്ധമാണ്. ഹബീബായ നബിധങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ളതാണ് സുഗന്ധം. അത്ര വലിയ പ്രിയമാണ്. ഹബീബായ നബിധങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട കാര്യം 3 ണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറയുന്നത് സുഗന്ധമാണ്, സുഗന്ധമാണ്. അല്ലാഹു നമുക്കോ ഇഷ്ടപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. എപ്പോഴും ഒരു കുപ്പി അത്തറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണവസ്തു നമ്മുടെ കയ്യിൽ വേണം. ഇത് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രാത്രിയിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? കുറെ അത്തറും പൂശി ഫോഗും ഒക്കെ അടിച്ചുകൊണ്ട് അല്ലാഹു കാത്ത് പെണ്ണുമ്പുള്ള എടുത്തോട്ട് ചാടി കയറിയത്. പിന്നെ ഇന്ന് വരെ അത്തറും തേച്ചിട്ടില്ല, കുളിച്ചിട്ടുമില്ല. ശരിയല്ലേ? ശരിയല്ലേ ഈ പറയുന്നത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ എന്ത് വന്നു? ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വന്നു. പഴയ ആ സ്നേഹമില്ല, സന്തോഷമില്ല. ആദ്യത്തെ രാത്രി മുഴുവൻ ഭയങ്കര അലങ്കാരമായിരുന്നു, ഭയങ്കര അലങ്കാരം. മൊത്തം മുല്ലപ്പൂ ഉണ്ടങ്ങ് ആറാടിയേക്ക്. പിന്നെ മുല്ലപ്പൂ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. ശരിയല്ലേ? 1000 രൂപ 2000 രൂപ കൊടുത്ത് മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് മൊത്തം ഒന്നായിട്ടങ്ങ് അലങ്കരിച്ച് ബെഡും അപ്പുറം ഇപ്പുറം റൂമും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര അയല് കെട്ടി തുണി കെട്ടിയൊക്കെ വിരിച്ച് ഭയങ്കര സംഭവമൊക്കെ ഇട്ടുണ്ടായിരുന്നു. നൂല് കെട്ടിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത്തറും ഇല്ല, കുളിയില്ല, നനയില്ല. ഇത് പുരുഷന്മാരും അങ്ങനെ തന്നെ, സ്ത്രീകളും അതേപോലെ തന്നെ. വൈകിട്ട് ഭർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല വസ്ത്രം ധരിക്കുന്ന എത്ര പേരുണ്ട്? നല്ല ശുദ്ധിയിലും പ്രൗഢിയിലും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഭർത്താവിന്റെ അടുക്കൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ, ഭർത്താവിന് താല്പര്യം വരുത്താൻ എത്ര സഹോദരിമാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് കുടുംബത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്, കുടുംബബന്ധം സന്തോഷകരമാകാത്തത്, ദാമ്പത്യ ജീവിതം റാഹത്താകാത്തത്. ഇതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നമ്മൾ ഇഷ്ടപ്പെടണം. അത്തീബ്, സുഗന്ധം, വല്ലാത്ത ഇഷ്ടം സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ എപ്പോഴും നമ്മുടെ കയ്യിൽ നല്ലൊരു സുഗന്ധം എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് സുഗന്ധം. അതുകൊണ്ട് തന്നെ ഉസ്താദുമാരെ കാണാൻ വേണ്ടി പോകുമ്പോൾ മുതഅല്ലിമീങ്ങൾ എന്ത് ചെയ്യും? ഉസ്താദുമാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നാട്ടുകാർ കാരണവന്മാരും ഒക്കെ ഉസ്താദുമാർക്ക് കൊടുക്കുന്നത്, നല്ല നല്ല സ്വാലിഹ്യങ്ങൾക്ക് കൊടുക്കുന്നത് എന്താ കൊടുക്കുക? അത്തർ കൊടുക്കും. നല്ല അത്തർ, നല്ല ഊതിന്റെ അത്തർ. എത്രയോ സഹോദരങ്ങൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അത് നല്ല അത്ര വേണം കൊടുക്കാൻ. അല്ലാതെ മയ്യത്തിനടിക്കുന്ന സാധനമുണ്ട്, അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഉസ്താദ് അത് അടിച്ചുകൊണ്ട് നടന്ന നാട്ടുകാർ വേണം കുറ്റം പറയും. പൊന്നുസ്താദ് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന്. അതല്ല, നല്ല കൊള്ളാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള അത്ര നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മളൊരു നല്ലൊരു മണം, നല്ലൊരു ഫ്ലേവർ, ഇത് കൊള്ളാമല്ലോ, നല്ല മണം, അതായിരിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. മനസ്സതാണ് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഗതിയാണ് എന്ത്? അത്തർ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഗതികളാണ് സ്വഹാബത്ത് ഏറ്റെടുത്തിട്ടുള്ളത് മുഴുവനും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖയ്യാത്ത് സൽക്കരിക്കുകയാണ്. ഒരു തുന്നൽക്കാരനായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിച്ചു, വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ചെന്നു ഭക്ഷണം കഴിച്ചു. ഞാനിപ്പോ ഇന്ന് ഇവിടെ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഖയ്യാത്ത് തുന്നൽക്കാരനായ ഒരു വ്യക്തി, നല്ല പണിയാണ് തുന്നുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുന്നൽക്കാരനായ ഒരു വ്യക്തി നബി തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലെത്തി. നബി തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ നോക്കുമ്പോൾ നബി തങ്ങൾ കൂടുതൽ എടുക്കുന്നത് ചൊരങ്ങയാണ്. ചൊരങ്ങന്നല്ലേ പറയാ അല്ലെ? ചൊരങ്ങ. നമ്മുടെ തെക്ക് ഭാഗത്ത് ചൊരക്ക എന്നാണ് പറയുന്നത്. ചൊരക്ക അങ്ങനെയാണ്. ഒരു കാ ഇവിടെ കൂടി, അത് പിന്നെ വെണ്ടക്ക, മുരിങ്ങിക്ക അങ്ങനെ പറയൂല. അങ്ങനെ ഇക്കാമാരുടെ പേര് പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തിൽ എന്തായി? ചൊരക്കാന്നായിരുന്നു. ചൊരങ്ങ എന്ന് പറയുന്ന സാധനം നമുക്കറിയാം, പച്ചക്കറിയിലുള്ള ഒരു സാധനമാണ്. ഏകദേശം ഇങ്ങനെ വീർപ്പിച്ച്, നമ്മൾ ബലൂണ് വീർപ്പിച്ച പകുതി എത്തുന്ന ഒരു കോലം ഉണ്ടല്ലോ, ബൾബിന്റെ ഒക്കെ വലിയൊരു ബൾബിന്റെ പോലെ, അതേപോലെ ഇരിക്കും സംഭവം. കണ്ടു കഴിഞ്ഞാൽ കടയിൽ പോയി ചോദിച്ചാൽ മതി ചൊരങ്ങ. ഈ ചൊരങ്ങ നബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെങ്ങനെ മനസ്സിലായി? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ നബിതങ്ങൾ ഇതിങ്ങനെ പറക്കി തിന്നുക, ഇതിങ്ങനെ കറിക്കാത്തോട്ട് ഇത് മാത്രം ഇങ്ങനെ എടുത്തെടുത്ത് കറിയിൽ ഇങ്ങനെ പ്ലേറ്റിലിടുക, ഇതിങ്ങനെ എടുത്ത് കഴിക്കുക. ഏത്? ഈ ചൊരങ്ങ ഭയങ്കര. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നീട് എന്റെ മരണം വരെ ഞാൻ ചൊരങ്ങ വല്ലാതെ ഇഷ്ടപ്പെടുമായിരുന്നു. എപ്പോൾ കടയിൽ ചെന്നാലും ചൊരങ്ങ വാങ്ങിക്കൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിരുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതങ്ങ് ഇഷ്ടപ്പെടുക, വേറെ ഒരു പരിപാടിയില്ല. നമുക്ക് ഫുഡ് വലിയ ഇഷ്ടമാണ്. കാസർഗോഡുകാർക്ക് പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കാനും സൽക്കരിക്കാനും ഒക്കെ വലിയ പ്രിയമുള്ളവരാണ്. അല്ലാഹു അത് നിലനിർത്തട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ചൊരങ്ങ എന്ന് പറയുന്ന സാധനം കൂടി നമ്മൾ എന്ത് ചെയ്യാം? പച്ചക്കറി സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ വാങ്ങണം. എന്താ കാരണം? അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടത്. അത് കറിക്കാത്തിടും. ഞാൻ ഉത്തർപ്രദേശിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ, ദൈവബന്ധ കലാലയത്തിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ, അവിടെ ഇറച്ചിക്കറിക്കകത്തുകൂടി ഇതിടും. ഇറച്ചിക്കറി വെക്കും. ആ ഇറച്ചിക്കറിക്കകത്ത് എന്തുണ്ടാവും? ഈ ചൊരങ്ങ ഉണ്ടാവും. അവിടുത്തെ മൗലവിമാരൊക്കെ ആ ഒരു സിസ്റ്റം. എന്താ സംഭവം? നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതല്ലേ? ഇറച്ചി കഷ്ണം കുറവായിരിക്കും. 1 കിലോ ഇറച്ചിക്കകത്ത് 10 കിലോ ചൊരങ്ങയായിരിക്കും ഉണ്ടാകുക. എന്നാലും കുഴപ്പമില്ല, കാരണം ടേസ്റ്റ്, ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് ഉണ്ടാവും. ഈ ചൊരങ്ങ മുറിച്ചതിനകത്തിട്ടിരിക്കുക. നാളെ മുതൽ ഉസ്താദിന് അട്ടിപ്പാത്രത്തിനകത്ത് ചൊരങ്ങ കൊടുക്കണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ വലിയ പാടാ. പിന്നെ നേരം വെളുക്കുമ്പോൾ രാവിലെ ഉസ്താദ് അട്ടിപ്പാത്രം തുറക്കുമ്പോൾ ചൊരങ്ങ മാത്രം അട്ടിക്ക് വെച്ചിരിക്കുക. അല്ല, അതിനെ ഞാൻ പറഞ്ഞു ഇറച്ചിക്കകത്തെന്ന് പറഞ്ഞത്. ഇറച്ചിയും കൂടെ ഉണ്ടായിക്കോട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇത് നമ്മൾ അല്പം എന്ത് ചെയ്യണം? ഇത് കൂട്ടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി ഇഷ്ടപ്പെട്ടതല്ലേ നമ്മൾ ഇഷ്ടപ്പെടണ്ടേ? നബി ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടണ്ടേ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മരണം വരെ ഞാൻ പിന്നീട് അത് ശ്രദ്ധിച്ചിരുന്നു. ഇവരൊക്കെയാണ് മുഹാജിറുകളും അൻസാരികളും സഹാബത്ത്. അവരെയാണ് ഖബറിനുള്ളിൽ ഞാൻ കണ്ടത് എന്റെ കണ്ണുകൊണ്ട് കൃഷി ചെയ്യുന്നതായിട്ടൊന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് പാല്. നല്ല പാലായിരിക്കണം. അല്ലാതെ നമ്മളിപ്പോ ഈ വാങ്ങുന്ന കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ചില പാലുകളൊക്കെ എന്താണ്? കൃത്രിമമാണ്. പലതും കൃത്രിമമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ പാല് കിട്ടിയാൽ ആ പാല് നബി തങ്ങൾ കുടിക്കും. ബിസ്മില്ലാഹി കുടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ സിദ് ഹാദാ, അല്ലാഹുവേ ഇത് നീ അധികരിപ്പിക്കണേ അല്ലാഹ്. നബിയുടെ ദുആ ആണ്. നമ്മളിത് ജീവിതത്തിൽ കൊണ്ടുവരണം. പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടെന്ന് പറയും. പാലൊരാൾ കൊടുത്താൽ നബിതങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും. ഇവിടെ ഇരുന്ന് ബിസ്മില്ലാഹി കുടിക്കും. കുടിച്ചിട്ട് നബിതങ്ങൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ സിദ് ഹാദാ, അല്ലാഹുവേ ഇത് നീ അധികരിപ്പിക്കണേ അല്ലാഹ്. വേറെ ലോകത്തെ ഏത് വസ്തു കൊടുത്താലും നബി അങ്ങനെ ദുആ ചെയ്യാറില്ല. അൽഹംദുലില്ലാഹ് പറഞ്ഞു മതിയാക്കാറേ ഉള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് കുടിച്ചാൽ അൽഹംദുലില്ലാഹ് പറയുന്നതിനോടൊപ്പം നബി ഇത് പറയും, അല്ലാഹുമ്മ സിദ് ഹാദാ, അല്ലാഹുവേ ഇത് നീ അധികരിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യും. എന്താ കാരണം? ഇന്ന് ശാസ്ത്രം പറയുന്നു ഏറ്റവും വലിയ സമീകൃത ആഹാരം, പരിപൂർണമായ എല്ലാ വിറ്റാമിൻസും കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ആഹാരം പാലാണ്. നമ്മൾ ആരും കുടിക്കുന്നു? മക്കളൊന്നും കുടിക്കുന്നേ ഇല്ല. മുല കൊടുക്കുന്ന പ്രിയപ്പെട്ട തള്ളമാര് 2 വയസ്സ് വരെ കുട്ടികൾക്ക് മുല കൊടുക്കണമെന്ന് പറയുന്നു. ആര് ശ്രദ്ധിക്കുന്നു? 1 വയസ്സാകുമ്പോഴേ എന്നെ പിള്ളേരെ തള്ളിയോട് മാറ്റിയേക്ക്. അല്ലാഹു അറിയിക്കും. 2 വയസ്സ് വരെ പരിപൂർണമായിട്ട് കൊടുത്താൽ ആ കുട്ടിക്ക് എല്ലാ വിറ്റാമിൻ പ്രോട്ടീനുകളും അതിലുണ്ട്. ബുദ്ധിവികാസം ഉണ്ടാകും. നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരിക്കും. അംഗവൈകല്യം ഉണ്ടാവൂല. ആര് ശ്രദ്ധിക്കുന്നത്? സഹോദരിമാരൊക്കെ ഇത് ശ്രദ്ധിക്കണം. ഇത് മനസ്സിലാക്കണം.
പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة. 2 വർഷം പരിപൂർണമായിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ കൊടുക്കണം. ഖുർആൻ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി. അപ്പൊ പാല്, മുലപ്പാല് മാത്രമല്ല, അല്ലാതെ നമുക്ക് പാല് കിട്ടിയാലും അത് കുടിക്കണം. മക്കൾക്കൊക്കെ അത് കൊടുക്കണം. വീട്ടിൽ 1-2 ലിറ്ററൊക്കെ പാല് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം, കാച്ചിയിട്ടത് മക്കൾക്കൊക്കെ എന്ത് ചെയ്യണം, പാല് കാച്ചി മക്കൾക്ക് കൊടുക്കണം. അവരുടെ ബുദ്ധി വികസിക്കുക നല്ലതാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ കുടിച്ചത് എനിക്ക് വലിയ ഇഷ്ടമാണ്, സ്വഹാബത്തിന് വലിയ ഇഷ്ടമാണ്. എന്താ കാരണം? എല്ലാ വിറ്റാമിനുകളും അതിലുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഈത്തപ്പഴം, കാരക്ക, അതാണ് നമ്മൾ മൗലൂദിന്റെ റാത്തീബിന്റെ സദസ്സിൽ മാത്രം വെക്കാനുള്ളതല്ല. ഈത്തപ്പഴം, കാരക്കായി എപ്പോഴും നമ്മുടെ വീട്ടിൽ കുറച്ച് വേണം. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരൻ, അദ്ദേഹം മണ്ണാർക്കാടുക്ക് പോവാണ്, ഒറ്റപ്പാലം ഇറങ്ങാനാണെന്ന് പറഞ്ഞു ട്രെയിനിൽ. അദ്ദേഹം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു, നിനക്കെന്താ പരിപാടി? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഈ ഓട്ടവും ചാട്ടവും ഒക്കെയാണ്. മുസ്ലിമാണ് അവൻ. കാരണം അവൻ അസറിന്റെ സമയപ്പോ കൃത്യമായി കിബില കറക്റ്റ് ചെയ്തിട്ട് അതിനുള്ള നിസ്കരിക്കുക ട്രെയിനിൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, എന്റെ തൊട്ടടുത്ത ബെർത്താണ്. സംസാരിച്ചിരുന്നു. ഞാൻ അവന്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു പാക്കറ്റ് ഈത്തപ്പഴം അവനിങ്ങനെ എടുത്തിട്ട് ഞാൻ ഞെട്ടി. ഞാൻ ചോദിച്ചു, നിനക്ക് നോമ്പോലാണോ? മഗ്‌രിബായി. അവൻ പറ, അല്ല. എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അവൻ പറയാ, ഈ കായികക്ഷമതയിൽ ഞങ്ങളുടെ ട്രെയിനർമാരുണ്ട്, അവര് പ്രത്യേകമായി പറയുന്നത് ഈത്തപ്പഴം ഡെയിലി ഒരു 10 എണ്ണമെങ്കിലും കഴിക്കണം. നമ്മളിതാരും ശ്രദ്ധിക്കുന്നത്? അവര് ട്രെയിനർമാർ, ഹിന്ദു ട്രെയിനർമാർ, ഹൈന്ദവ സഹോദരങ്ങൾ, ഇതര സഹോദര ട്രെയിനർമാർ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവര് പറയാണ് മുസ്ലിമിനോടും അല്ലാത്തവരോടും എന്ത് കഴിക്കണം? ഈത്തപ്പഴം ഒരു 10 എണ്ണമെങ്കിലും ഡെയിലി കഴിക്കണം. അത് അവന്റെ ഓട്ടവും ചാട്ടവും ഒക്കെ. നമുക്കൊരു 2 എണ്ണമെങ്കിലും കഴിച്ചുകൂടെ? നമ്മളുമായി ബന്ധപ്പെട്ടതാണ് ഈന്തപ്പഴത്തിന്റെ കഥകൾ മുഴുവനും. പക്ഷെ ആര് ശ്രദ്ധിക്കുന്നു? ഇതൊന്നും ജീവിതത്തിൽ ശ്രദ്ധിക്കൂല. അതുകൊണ്ട് ഇങ്ങനെ മെലിഞ്ഞ് ഇങ്ങനെ പോവാ. പിള്ളേർ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നവരെ തോന്നുന്നു. ആരോഗ്യം മൊത്തം ക്ഷയിച്ചു. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ, ബുദ്ധിയൊക്കെ വികസിക്കും. ഈത്തപ്പഴമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം തട്ടൂല. അജ്വ ഭയങ്കര ശ്രേഷ്ഠതയുള്ളല്ലേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നട്ടു വളർത്തിയതാകുന്ന മരത്തിലൂടെ വന്നതല്ലേ അജ്വ. അതൊരു 7 എണ്ണം വെച്ച് ഡെയിലി കഴിച്ചാൽ ക്യാൻസർ പോലും പിടിക്കൂല. ക്യാൻസർ ഉള്ളവന്റെ രോഗം ശമനപ്പെടും. നിയ്യത്ത് വെച്ച് കഴിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ ഉലമാക്കൾ പഠിപ്പിക്കുമ്പോൾ തിബ്ബുൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സാ രീതികളാണ്. അപ്പൊ നബി തങ്ങൾ എന്ത് ഇഷ്ടപ്പെടുന്നു അത് നമ്മൾ ഇഷ്ടപ്പെടാൻ തയ്യാറാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒന്ന് അത്തറാണ്, നല്ല സുഗന്ധമുള്ള വസ്തു. ആൽക്കഹോൾ ഇല്ലാത്തതാകുന്ന സ്പ്രേ അനുവദനീയമാണ്. സ്പ്രേ തന്നെ ആൽക്കഹോൾ ഉണ്ട്, വിത്ത് ആൽക്കഹോൾ ഉണ്ട്, വൈർ ആൽക്കഹോൾ ഉണ്ട്, ആൽക്കഹോൾ ഇല്ലാത്തതുണ്ട്, വിത്തൗട്ട് ഉണ്ട്. അത് വേണം ശ്രദ്ധിക്കാൻ, വളരെ ശ്രദ്ധിക്കണം. ആൽക്കഹോൾ ഉള്ളതാണെങ്കിൽ ഉലമാക്കൾ നജസായിട്ടാണ് അതിനെ പരിഗണിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഷർട്ടിൽ അടിച്ചാൽ ഷർട്ട് എന്താവും? മലിമസമാകും. ആ ഷർട്ട് ഇട്ടുകൊണ്ട് ജുബ്ബ ഇട്ടുകൊണ്ട് നമ്മൾ നമസ്കരിച്ചാൽ നമസ്കാരവും ഫസാദാവും. ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തീബു, സുഗന്ധമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വന്നിസാ, രണ്ടാമതായി എന്റെ ഭാര്യമാരാണ്. എന്റെ ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത പ്രിയമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നിസാഉ, എന്റെ ഭാര്യമാരെ എനിക്ക് വല്ലാത്ത പ്രിയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വല്ലവന്റെ ഭാര്യയല്ല. വളരെ ശ്രദ്ധിക്കണം നബിയുടെ വർത്തമാനം. നമുക്ക് ആർക്കാണ് സ്വന്തം ഭാര്യയുമായി സല്ലപിക്കുന്നതിനും വർത്തമാനം പറയുന്നതിന് താല്പര്യമുള്ളത്? നമ്മളൊരു യാത്ര പോകുമ്പോൾ തന്നെ ഭാര്യയുടെ കോള് വന്നാൽ നമ്മൾ വേഗം കട്ട് ചെയ്യാറാ പതിവ്. എന്താ കാര്യം? വല്ലാത്ത ശല്യമായി പോയല്ലോ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് ദൂരോട്ട് എറിയും. കാരണം നമുക്കെന്താ, അവളുമായിട്ട് സംസാരിക്കുന്നത് പോലും ഒരു താല്പര്യക്കുറവ് വന്നിരിക്കുക. പക്ഷേ കല്യാണം കഴിഞ്ഞ ആദ്യത്തേതാകുന്ന ആദ്യത്തെ 1-2 ആഴ്ച സംസാരിക്കാൻ തന്നെയായിരുന്നു താല്പര്യം. വേറെ പരിപാടിയില്ല. എപ്പോഴും സംസാരിച്ചിരിക്കുക. രാത്രി നേരം വെളുക്കുന്നിടം വരെ സംസാരിക്കുക. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഉമ്മ നോക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ പകുതി തുറന്നിട്ടുള്ളൂ. എന്ത് പറ്റിയടോ? ഇന്നലെ ഇബാദത്തായിരുന്നു. അതെ, ഇബാദത്തായിരുന്നു. ഫുള്ള് സംസാരമായിരുന്നു.
അത്രത്തോളം വലിയ താല്പര്യം, വലിയ ഹലാവത്തായിരുന്നു. അത് വേണം വേണ്ടെന്നല്ല, അതൊക്കെ വേണം. പക്ഷെ അത് പിന്നീട് ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വളരെയേറെ അകന്നുപോയിരിക്കുന്നു, വളരെയേറെ അകന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്നലെ കണ്ട കാമുകനോടൊപ്പം ഇറങ്ങിപ്പോകാൻ തയ്യാറാവുന്നു. അവരേതെങ്കിലും സഹോദരങ്ങളോടൊപ്പം, തൊഴിലാളികളോടൊപ്പം, വീട്ടിൽ വരുന്നതാകുന്ന സഹോദരങ്ങളോടൊപ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബക്കാരോടൊപ്പം, ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം നമ്മുടെ ഭാര്യമാർ ഇറങ്ങിപ്പോകുന്നതിന്റെ പിന്നിലുള്ള പരമാർത്ഥം എന്താ? സ്വന്തം ഭർത്താവാകുന്ന നീ അവളുമായി സംസാരിച്ചിരിക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ് അവൾ നകന്നകന്നകന്ന് പോവാൻ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം രണ്ടാമത്തത് വന്നിസാഉ, എന്റെ ഭാര്യമാരുമായി സംസാരിച്ചിരിക്കൽ, അവരുമായി സല്ലപിക്കലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബിയെ ഇഷ്ടപ്പെടുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും കല്യാണം കഴിഞ്ഞിട്ടുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു വർത്തമാനമാണ്. ഇതുപോലെ തന്നെ സഹോദരിമാരും ഭർത്താവിനെ ഇഷ്ടപ്പെടട്ടെ, എന്നോട് വർത്താനം പറയാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ടല്ല, ആ ഭർത്താവിനെ ഇഷ്ടപ്പെടുത്തുകയും ഭർത്താവ് നമ്മളോട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രവിധാനം നടത്തുകയും ഭർത്താവിന് ഇഷ്ടപ്പെട്ടതാകുന്ന ഭക്ഷണങ്ങൾ പാചകം ചെയ്തു കൊടുക്കുകയും ഭർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുകയും വേണ്ടി നമ്മൾ ചെയ്യണം. അപ്പൊ ഭർത്താവിന് നമ്മളോട് താല്പര്യമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്രയോ സഹോദരിമാര് ഫോണിലൂടെയും അല്ലാതെയൊക്കെ ഓരോരുത്തരും ഒക്കെ കത്തുമുഖനെയൊക്കെ ചോദിക്കുന്ന ചോദ്യത, സാധേ എന്റെ ഭർത്താവിന് താല്പര്യം ഉണ്ടാകാൻ ഞാൻ എന്ത് ചെയ്യണോ? നീ ചെയ്യേണ്ടത് ഇത് മാത്രം, ദീനനുസരിച്ച് പോയാൽ മതി. 5 പേരെ നമസ്കാരം നിലനിർത്തി നിന്റെ ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങൾ നീ ചെയ്തു കൊടുത്താൽ ഭർത്താവ് നിന്നെ ഓട്ടോമാറ്റിക്കായി ഇഷ്ടപ്പെടും. അങ്ങനെ ചെയ്തു നോക്ക്. ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളുടെ വസ്ത്രവിധാനം. വൈകിട്ട് കിടക്കാൻ പോകുമ്പോൾ ഭർത്താവും ഭാര്യയും 2 പേരും നല്ല റാഹത്തായി നിലയിൽ കുളിച്ച് നല്ലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് പോകണം. മുല്ലപ്പൂക്കെ ഭർത്താവിന്റെ മുന്നിൽ ചൂടിക്കൊണ്ട് പോകണം. ഇതൊക്കെ ശറഅ് പഠിപ്പിച്ചതല്ലേ. നല്ല സുഗന്ധ വസ്തു തേച്ചുകൊണ്ട് പോകണം. അല്ലാതെ ഉറങ്ങാനാണല്ലോ എന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും വിയർപ്പ് കുളിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കയറി കടന്നു കൊടുത്താൽ അതിലൊക്കെ വലിയ ദൂഷ്യഫലങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം ഇതൊന്നുമല്ല. മൂന്നാമത്തത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഖുറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തെ കൺകുളിർമയാകലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നിന്ന്, നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നമസ്കരിച്ചു കൊണ്ടിരിക്കലാണ് ഹബീബ് റസൂലുള്ളാഹി. 1 അത്തർ പൂശുക അഥവാ സുഗന്ധം പൂശുക, 2 ഭാര്യമാരുമായി സല്ലപിക്കുക, 3 നമസ്കാരത്തിൽ കൺകുളിർമയാകുക ഹബീബ് റസൂലുള്ളാഹി. ഇത് 3ഉം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലിയാർ തങ്ങൾ അടുത്തിരിപ്പുണ്ട്. സ്വന്തം മരുമകനാണ്. അലിയോട് ചോദിച്ചു, മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ അലി, അലി നിന്റെ ഈ ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? 3 പറയാൻ. فقال علي رضي الله عنه, علي رضي الله تعالى ഉടനെ പറയുകയാണ്, الصوم في الصيف وإكرام الضيف والضرب بالسيف. വലിയ ഭാഷ കൊണ്ട് കളിക്കുന്ന ആളാണ് ആര്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹം ഉടനെ അടിച്ചിട്ട് 3 അടി. എന്താ പറഞ്ഞത്? അസ്സൗമു ഫിസ്സൈഫി വഇക്റാമുൽ ലൈഫി വദ്ദർബു ബിസ്സൈഫ്. വളരെ ശക്തമായ ചൂടുള്ള സമയം, ഉഷ്ണ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയെ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കലാണ്. ചിന്തിച്ചു നോക്ക്, അവരുടെ ഈമാന്റെ കട്ടി എത്രത്തോളം ഉണ്ട്. ചൂടുള്ള സമയത്ത് നോമ്പൊടിക്കുക. അതിഥികളെ സൽക്കരിക്കലാണ്. രണ്ടാമതായി എനിക്ക് അതിഥികളെ സൽക്കരിക്കൽ വല്ലാത്ത പ്രിയമാണ്. ശത്രുവിന്റെ തല വാളുകൊണ്ട് കൊയ്തെടുക്കലാണ്. മൂന്നാമതായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നബിയെ എന്ന് അലി റളിയല്ലാഹു അൻഹു. മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം ശത്രുവിന്റെ തല കൊയ്തെടുക്കുക, വാളുകൊണ്ട് വെട്ടുക. ഇത് കേൾക്കുമ്പോ ചിലര് കരുതും ഇസ്ലാം യുദ്ധം എന്ന് പറയുന്നത് ഭയങ്കര കൊതിച്ചടക്കുന്ന ആയോണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. ഒരിക്കലുമല്ല. അലി റളിയല്ലാഹു അൻഹു ആരാണെന്ന് പഠിക്കണം. അലി റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ഒരു ശത്രുവിനെ മലർത്തടിക്കുകയാണ്. അവന്റെ നെഞ്ചിൽ കയറിയിരുന്നുകൊണ്ട് കത്തി കൊണ്ട് അവന്റെ കഴുത്തിൽ കുത്താൻ വേണ്ടി പോയപ്പോ ആ ശത്രു അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പുകയാണ്, കാർക്കിച്ചു തുപ്പുകയാണ്. അലി റളിയല്ലാഹു തആല ഉടനെ തന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് മാറി എഴുന്നേറ്റിട്ട് പറയുകയാണ്, എഴുന്നേറ്റ് പൊയ്ക്കോളുക, എഴുന്നേറ്റ് പൊയ്ക്കോളുക. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വെക്കോ.
എന്താ കാരണം? അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് അലിയെ ചെയ്തത്? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മുശ്രിക്കായ വ്യക്തി, കാഫിറായ വ്യക്തി, അവൻ എന്റെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്. ആ തുപ്പിയതിന്റെ കാരണം കൊണ്ട് അല്പം ദേഷ്യം അതിലൂടെ എങ്ങാനും വന്നുകൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ഉച്ചരിക്കാത്തതിന്റെ പേരിലാണ്, ആ കലിമയുടെ പേരിലാണ് യുദ്ധം നടക്കുന്നത്. എന്നെ തുപ്പിയതിന്റെ കാരണം കൊണ്ടെന്നാണ് ആ ദേശത്തിന്റെ പുറത്ത് ആ സഹോദരൻ കുത്തിക്കഴിഞ്ഞാൽ അത് തൗഹീദിന് വിരുദ്ധമാണെന്ന് പഠിപ്പിക്കുകയാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അത് തൗഹീദിന് വിരുദ്ധമായി പോകും. കാരണം എന്നെ കുത്തുന്ന, ഞാൻ അങ്ങോട്ട് എന്നെ തുപ്പിയതിന്റെ ദേഷ്യത്തിലാണ് കുത്തുമ്പോ ചിലപ്പോ ഒരളവ്, 1 ഇഞ്ച് എന്റെ മനസ്സിൽ ചിലപ്പോ എന്ത് വന്നിട്ടുണ്ടാകും, എടാ നീ എന്നെ തുപ്പിയല്ലോ എന്ന് പറഞ്ഞ ആ ദേഷ്യത്തിനായിരിക്കും കത്തി അങ്ങോട്ട് ഇറക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് എനിക്ക് കൂലി കിട്ടൂല. ഇത് റബ്ബിന്റെ ഭാഗത്ത് കൂലി കിട്ടാനുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് വെക്കുമെന്ന് പറഞ്ഞു. അയാൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. കാരണം കഴുത്തേലോട്ട് ഇപ്പൊ കത്തി വെക്കുമെന്നുള്ള സ്റ്റൈലിൽ നിന്നതാണ്. ഇവൻ അങ്ങോട്ട് പോവുകയും ചെയ്ത് വേറെ ആൾക്കാർ വെട്ടി അവനെ തീർക്കുകയും ചെയ്തു. അത് ചിന്തിച്ചോണ്ടിരിക്കണ്ട നിങ്ങൾ ചിലപ്പോൾ ഇനി അതൊക്കെയായിരിക്കും ചിന്ത, അയ്യോ അവനെ വെറുതെ വിട്ടല്ലോ, അവൻ ഇപ്പോഴെങ്ങാണോ ഉണ്ടോ, ഏത് അവനെ തീർത്ത്. പക്ഷെ എന്താ സംഭവം? അലി റളിയല്ലാഹുവിന്റെ ഈമാനാണ്. കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നാമതായി എനിക്ക് ഏറ്റവും ഈ ദുനിയാവിൽ ഇഷ്ടം നല്ല ഉഷ്ണകാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ്. രണ്ടാമത് ഏറ്റവും ഇഷ്ടം അതിഥികളെ സൽക്കരിക്കലാണ്. മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം വാളുകൊണ്ട് ശത്രുവിന്റെ തല കൊയ്തെടുക്കലാണ്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറയുന്ന അലി റളിയല്ലാഹു അൻഹു. അടുത്ത ആളോട് നബിതങ്ങൾ ചോദിച്ചു, ഉസ്മാനെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? തൊട്ടടുത്ത ആള് ഉസ്മാൻ, അടുത്ത മരുമോനെ. ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇസ്മാഉൽ ജാഇ വഇർവാഉൽ ളമാൻ വഇക്സാഉൽ ആരി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഉടനെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് ഏറ്റവും ഇഷ്ടം 3 കാര്യമാണ്. ഇസ്മാഉൽ ജാഇ, വല്ലാതെ വിശന്നിരിക്കുന്നതാകുന്ന പാവപ്പെട്ട സഹോദര സഹോദരിമാർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കലാണ് നബിയേ. വിശന്ന് വലഞ്ഞതാകുന്ന വ്യക്തിക്ക് വയറ് നിറച്ച് ആഹാരം നൽകലാണ് നബിയേ. ഇസ്ബാഉൽ ജാഇ, വിശന്നവന് വയറ് നിറച്ചാരം കൊടുക്കുക. ഇസ്ബാ എന്ന് പറഞ്ഞാൽ എന്താണ്? വയറ് നിറപ്പിക്കാതെ. നോമ്പ് തുറപ്പിക്കുമ്പോഴത്തേക്കും നോമ്പ് തുറപ്പിക്കുന്ന ആള് വയറ് നിറപ്പിക്കണം, പ്രത്യേക സുന്നത്താണ്. വയറ് നിറപ്പിക്കണം ആരുടെ? നോമ്പ് തുറക്കാൻ വന്നവന്റെ. പക്ഷെ വന്നവനോ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും വേണം. അല്ലാതെ മറ്റവൻ തുറപ്പിക്കാൻ എന്നാ പിന്നെ വയറ് മുഴുവൻ നിറച്ചിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞ് അവന്റെ നിക്കറുമൊക്കെ ലൂസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കാൻ പാടില്ല. മറ്റേ ആള് തുറപ്പിക്കുന്നവരുടെ സുന്നത്ത് എന്താണ്? അയാൾ വയറ് നിറപ്പിച്ച് കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി നല്ലപോലെ ഭക്ഷണം വയറ് നിറപ്പിക്കണം. അതൊക്കെ സുന്നത്തായതില്ല. ആ വാക്കാണ് ഇവിടെ പറഞ്ഞത്. ഇസ്ബാഉൽ ജാഇ, വിശന്നവന് വയറ് നിറച്ച് ആഹാരം കൊടുക്കുക എനിക്ക് വലിയ ഇഷ്ടമാണ്. ആര് പറയാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇന്നതാരാ പറയുന്നത്? അപ്പൊ ഇങ്ങനെ ഇരിക്കരുത് കേട്ടോ, എഴുന്നേപ്പിച്ച് നിർത്തും, പിന്നെ ഇടങ്ങേറാണ്ടി. വളരെ ശ്രദ്ധിച്ചോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞാനിങ്ങനെ നിർത്തി പറയുന്നത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് തിരിയാനാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പഠിപ്പിച്ചു പോകും. രണ്ടാമത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയുകയാണ്, ദാഹിച്ച് പരവശനായവന് വയറ് നിറച്ച് വെള്ളം കുടിപ്പിക്കലാണ്. ദാഹിച്ച് പരവശനായവന് നല്ല രീതിയിൽ വയറ് നിറച്ച് വെള്ളം കൊടുക്കുക, അവന്റെ ദാഹം ശമിപ്പിക്കുക. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ആര് പറയുന്നു? സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 20,000 ദിനാർ സ്വർണ്ണ നാണയം വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ സ്ഥലങ്ങളിൽ കിണർ കുത്തി കൊടുത്തിട്ടുണ്ടത്രേ. കിണർ കുത്തി കൊടുത്തു 20,000 ദീനാർ വെച്ചിട്ട്. എന്തിനാ? പാവങ്ങൾക്ക് വെള്ളം ധാരാളം കുടിപ്പിക്കുക. അതാണ് നിയ്യത്ത്.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ചൂടുള്ള സമയത്ത് ചട്ടഞ്ചാൽ അങ്ങാടിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചാളുകൾ അതിലെ വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യുക, വെള്ളം കൊടുക്കുക. മുസ്ലിമിന് അമുസ്ലിമിന് എല്ലാവർക്കും കൊടുത്തു. വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മുടെ ടാങ്കിൽ വെള്ളം, നല്ല കാശുകാർ എന്ത് ചെയ്യുക, ടാങ്കിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഓരോ വീടുകളിലും കൃത്യമായിട്ട് വെള്ളം എത്തിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ജംഗ്ഷന് വന്നാൽ മതി, എന്നിട്ട് അവിടെ വന്നിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുക. അതൊക്കെ ഭയങ്കര കൂലിയാണ്, വലിയ കൂലിയാണ്, നമ്മൾ അറിയൂല. പണമുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാഹിച്ച് പരവശനായ ഒരു വെള്ളം വയറ് നിറച്ചു കൊടുക്കുക, അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ ദുന്യാവിൽ കോടാനുകോടി വസ്തുക്കളുണ്ട്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണെന്ന് ഓർത്തോണം ഈ 3 കാര്യങ്ങൾ. മൂന്നാമത്തത് ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിവസ്ത്രനായിരിക്കുന്നവർക്ക് വസ്ത്രം നൽകലാണ്, വസ്ത്രം നൽകലാണ്. വസ്ത്രമില്ലാത്തതാകുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാരെ കണ്ടുപിടിച്ചുകൊണ്ടവർക്ക് വസ്ത്രം ധരിപ്പിക്കലാണ്, പുതുവസ്ത്രം കൊടുക്കലാണ്. മൂന്നാമതായി എനിക്ക് ഏറ്റവും പ്രിയമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 3 പേര് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ ഉമർ, യാ ഉമർ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കഴിഞ്ഞില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, ഉമർ ബിൻ ഖത്താബ് തങ്ങളെ നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകരി വൽ ഖിയാമു ബി അംരില്ലാഹ്. അൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് ജനങ്ങളെ കൽപ്പിക്കുക, വന്നഹി അനിൽ മുൻകർ, തിന്മ കൊണ്ട് ജനങ്ങളോട് വിരോധിക്കുക, വൽ ഖിയാമു ബി അംരില്ലാഹി, അല്ലാഹുവിന്റെ കാര്യങ്ങളെ നടപ്പിൽ വരുത്തുക, റബ്ബിന്റെ തീരുമാനങ്ങളെ നടപ്പിൽ വരുത്തുക. ഇത് 3മാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെ നടപ്പിൽ വരുത്തുക, വൽ ഖിയാമു ബി അംരില്ലാഹി, അത് നടപ്പിൽ വരുത്തുക. ഇത് 3 പേരുടെയും ഓരോ വർത്തമാനം കേട്ടു. അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട്, അബൂബക്കറെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അതാണ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു അമൽ. നമ്മൾ കൊണ്ടുവരേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ പോകേണ്ടതും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മാർഗമാണ്. فقال أبو بكر الصديق رضي الله عنه, أبو بكر الصديق رضي الله عنه പറയുകയാണ്, يا رسول الله, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, النظر إلى وجهك وجمع المال للإنفاق عليك والتوسل بقرابتك. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തങ്ങളുടെ മുഖത്ത് നോക്കലാണ്. അന്നളറു ഇലാ വജ്ഹിക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നബിയേ, നബിയേ, തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ്. ഹിമവത്താതെ കണ്ണ് തുറന്നുകൊണ്ട് തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയേ. വജ്മഉൽ മാൽ ലിൽഇൻഫാഖി അലൈക, തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കലാണ് നബിയേ. പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്താലും തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്നുള്ള നിയ്യത്താണ്. എന്റെ രണ്ടാമത്തെ ഉദ്ദേശം തങ്ങൾക്ക് വേണ്ടി പണിയെടുക്കലാണ്, തങ്ങൾക്ക് വേണ്ടി സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടലാണ്. തീർന്നില്ല, തീർന്നില്ല. തങ്ങളുടെ കുടുംബക്കാരെ സഹായിക്കലുകൊണ്ട് തങ്ങളുടെ പ്രീതി കാംക്ഷിച്ചെടുക്കലാണ്. ഇത് 3 മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയേ. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിതാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, യസറഊന ഫീ വയഹ്സുദൂന ഫീ ഖബറിൽ
കണ്ട അത്ഭുതമേതെന്നറിയുമോ സാബ? ഖബറിൽ അവർ കൃഷി ഇറക്കുകയാണ്. അതേ ദിവസത്തിൽ തന്നെ അതാ കൊയ്തെടുക്കുകയാണ്. ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, ആരാണ് ജിബ്രീലെ ഈ കൂട്ടരെന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞത് ഹുമുൽ മുഹാജിറൂൻ വൽ അൻസാർ. അവർ മുഹാജിറുകളാണ് നബിയേ, അവർ അൻസാറുകളാകുന്ന സ്വഹാബത്താണ് നബിയേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലയോ മുഹാജിർ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ ഹിജ്റ പോയ മറ്റൊരു വ്യക്തിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സതീർത്ഥനല്ലയോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ? നമ്മളും പ്രവാചകരെ സ്നേഹിക്കണേ. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സകാത്തുകൾ, നമ്മുടെ ഹജ്ജുകൾ, നമ്മുടെ സുഹൃതങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ എല്ലാം ഹബീബായ നബി തങ്ങളെ കാണാനുള്ളതാണ്, ആ പ്രവാചകരെ ദർശിക്കാനുള്ളതാണ്. ഈ ഭൗതിക ലോകത്ത് കാണാൻ പടച്ചിറമ്പ് തൗഫീഖ് നൽകിയില്ല എങ്കിൽ ആഖിറത്തിലെങ്കിലും അല്ലാഹ് ഞങ്ങൾക്ക് ആ ഹബീബിനോടൊപ്പം ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആരാണ്? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പോലും തന്റെ വഫാത്തിന്റെ സമയത്ത് പറയുകയാണ്, ലൈലത്തു അബീ ബക്കർ ഖൈറുൻ മിൻ ഉമരി. ഉമറിന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് അബൂബക്കറിന് കിട്ടിയതാകുന്ന ഒറ്റ രാത്രിയാണ്. ഏതാണ് ആ രാത്രി സഹോദര? ഏതാണ് ആ രാത്രി സഹോദരി? ഹബീബായ നബി തങ്ങളുടെ കൂടെ കടക്കാൻ സൗഭാഗ്യം ലഭിച്ചതായ രാത്രിയല്ലയോ? സൗറിന്റെ മുഖത്തേക്കെത്തി, സൗർ ഗുഹയുടെ മുന്നിലേക്ക് എത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ലാ തൻസിൽ ഹത്താ ദുഖുല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ തങ്ങളെ കടക്കണ്ട നബിയേ, തങ്ങളെ പ്രവേശിക്കരുത് നബിയേ. ഈ ഗുഹയ്ക്കുള്ളിൽ ഞാൻ കടന്നുകൊള്ളാം. കാരണം ഗുഹയ്ക്കുള്ളിൽ എന്തെങ്കിലും ഹിംസജന്തുക്കളുണ്ടെങ്കിൽ, ഇഴജന്തുക്കളുണ്ടെങ്കിൽ എന്നെ കടിക്കട്ടെ, എന്നെ കൊത്തട്ടെ, അവിടത്തേക്കൊരു ബുദ്ധിമുട്ടും വരരുത് യാ റസൂലല്ലാഹ്. ആ ഗുഹയ്ക്കുള്ളിലേക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കയറുകയാണ്. തന്റെ തുണി കീറിയിട്ട് മഹാനുഭാവൻ അതിന്റെ മുഴുവൻ ദ്വാരങ്ങളും അടയ്ക്കുകയാണ്. ഒരു ദ്വാരം ബാക്കിയായപ്പോ തന്റെ വലത് കാലിന്റെ തള്ളവരൽ കൊണ്ട് അമർത്തി പിടിക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ മാടി വിളിക്കുകയാണ്, കടക്കൂ നബിയേ. സന്തോഷത്തോടുകൂടി മടിയിൽ കടക്കൂ നബിയേ. ഹബീബായ നബി തങ്ങൾ ഗുഹയ്ക്കുള്ളിൽ കടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ കടക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ശത്രുക്കൾ പുറത്തു വന്ന് നിൽപ്പുണ്ട്. ശത്രുക്കൾ പുറത്തു വന്ന് നോക്കുകയാണ്. അലി റളിയല്ലാഹു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അതാ ഉറങ്ങാതെ കാവൽ നിൽക്കുകയാണ്. എത്ര വലിയ സന്തോഷകരമാകുന്ന രാവാണ്. ഇരുട്ടാണ്. ഇരുളിന്റെ മറവിൽ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവൽ തീർത്തുകൊണ്ട് പാതിരാത്രി സമയത്ത് സർവ്വരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോ ഉറങ്ങാതെ പ്രവാചകർക്ക് വേണ്ടി തന്റെ മടിത്തട്ട് വിരിച്ചു കൊടുക്കുവാൻ സൗഭാഗ്യം ലഭിച്ചതായ അബൂബക്കറേ, നിങ്ങളല്ലയോ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം.